ഹലോ ഗൈസ്, നമ്മുടെ സ്കൂളിലേക്ക് ഇന്ന് സ്കൂൾ കലോത്സവം നടക്കേണ്ട. ഞാൻ സ്കൂളിൽ വർക്കിന് കയറിയിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുന്ന ഒരു ദിവസം കൂടിയാണത്. അവിടെ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരുപാട് മെമ്മറീസും ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഒക്കെ പൊടി തട്ടിയെടുക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് കലോത്സവത്തിൻ്റെ, അതായത് സ്കൂൾ കലോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് 9:30 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം പ്രാർത്ഥനയ്ക്ക് ശേഷം മാനേജർ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 4 വേദികളിലായി വിവിധതരം പ്രോഗ്രാമുകളാണ് നടന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സ്കൂൾ കലോത്സവം ഇങ്ങനെയൊന്ന് കാണാൻ സാധിക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പ്രോഗ്രാമിനൊന്നും പങ്കെടുത്തില്ലെങ്കിലും എല്ലാം കാണാനായിട്ട് ഓടിയെത്തുമായിരുന്നു. അങ്ങനെ വരാൻ തന്നെ ഒരു റീസൺ ഉണ്ടായിരുന്നു. ആ റീസണൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഓരോ വേദികളിലായി പ്രോഗ്രാം ഇങ്ങനെ കണ്ടു നടന്നപ്പോഴുണ്ടല്ല ഒരുപാട് ഓർമ്മകളാണ് എന്നിലേക്ക് എത്തിയത്. ആരെങ്കിലും ഒരാൾ അന്നേരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്നാഗ്രഹിച്ചു പോയി. പലരും വല്ലാണ്ട് മിസ് ചെയ്ത ഒരു മൊമെന്റ് കൂടിയായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും PT പ്രസിഡന്റ് സിറാജൊക്കെ കൂടി ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ ചെന്ന് ഭക്ഷണം വാങ്ങി എൻ്റെ പഴയ 8ാം ക്ലാസ്സിൽ ചെന്നിരുന്ന് കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് പാത്രം കഴിക്കുന്നപ്പോഴാണ് നമ്മുടെ പാർട്ടിയുടെ പരിപാടിനെ കുറിച്ച് ഓർത്തത്. അവളാണെങ്കിൽ കാലത്ത് കാര്യം പറഞ്ഞതായിരുന്നു പരിപാടിയുള്ളത്. അങ്ങനെ ഓടിയെത്തിയപ്പോഴേക്കും പുള്ളിക്കാരത്തിന്റെ പരിപാടിയെല്ലാം കഴിച്ചു. പിന്നെ അങ്ങാട് ഒപ്പനക്ക് വേണ്ടിയുള്ള ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ. എന്തോ പ്രോഗ്രാമെല്ലാം വളരെ കുറവായിട്ടാണ് തോന്നിയത്. പണ്ട് കലോത്സവം കാണാൻ തന്നെ റീസെൻ്റ്ലി ഒപ്പനക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. ഇപ്പൊ പലർക്കും കാര്യം മനസ്സിലേക്കാണല്ലോ. ഒപ്പന എന്ന് പറഞ്ഞാലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒപ്പനയോടൊപ്പം ഇത്തവണത്തെ പ്രോഗ്രാമും അവസാനിച്ചു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.